ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് ഡെഡാണ്, ഓണാവില്ല. ടച്ചിന് കംപ്ലൈൻ്റ് ഒന്നുമല്ല, എത്ര അധികം ഓണാവില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ ക്രിസ്റ്റൽ മാറ്റി വയ്ക്കി. ഇവിടെ വരുന്നത് 8ൻ്റെ ക്രിസ്റ്റലാണ്, അത് മാറ്റി വയ്ക്കി. പക്ഷേ അതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റ് എന്നിട്ട് ഓണായില്ല. പിന്നീട് ഇവിടെ ഒരു ക്രിസ്റ്റൽ വരുന്നുണ്ട്, ഇത് 10ൻ്റെ വരുന്നത്. ആ ക്രിസ്റ്റൽ മാറ്റിയപ്പോഴാണ് സംഭവം ക്ലിയർ ആയത്. അത് മാറ്റിയപ്പോൾ ഇത് സാധനം ഓണായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഈ 2 വയറാണ്. ഇവിടെ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1/2 വോൾട്ട് കിട്ടണം, 2.5 വോൾട്ട് 2 സൈഡും കിട്ടണം. സെൻറ്ററിൽ വെച്ചിട്ട് 2 സൈഡിലേക്കും 1/2 വോൾട്ട് കിട്ടണം, 5 വോൾട്ടിൻ്റെ പൈതി കിട്ടണം. പിന്നെ അതേപോലെ ഇവിടെ ആണെങ്കിൽ സെൻറ്ററിൽ നോബ് വെച്ചിട്ട് 2 സൈഡിലും 1 വോൾട്ട് കിട്ടണം. 1 വോൾട്ടിൻ്റെ താഴെ 1 വോൾട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കിട്ടണം 2 സൈഡും. എന്നാൽ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇത് ഓണാക്കുമ്പോൾ ഇങ്ങനെ റീൽ അടിക്കാൻ സൗണ്ട് ഉണ്ടാവും. പിന്നെ ഇത് ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ ടെസ്റ്റർ എന്തെങ്കിലും വെച്ച് നോക്കിയാൽ കൈ കൊണ്ട് തൊട്ടാൽ ഷോക്ക് അടിക്കും. എന്തെങ്കിലും സാധനം കൊണ്ട് ഇതുണ്ടല്ലോ, സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ അടിയുള്ളൂ, വലിയ അടിയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഷോക്ക് അടി ഉണ്ടാവും. ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കും. കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ 2 ബോർഡും കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും. ഇത് കസ്റ്റമർ ഞാൻ പോയപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്, ഇത് ലൈറ്റ് ഒന്ന് ഓണാക്കുക, പവർ ഓണാക്കുമ്പോൾ ഒന്ന് വന്നു, പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. ഞാൻ സ്റ്റഡിയായി വർക്ക് ചെയ്തുകൊണ്ടാണ് സാധനം ബോർഡ് ഓക്കെയാണ്.